VPS Lakeshore SKN40 കേരള യാത്ര സമാപനം കോഴിക്കോട് ബീച്ചിൽ ഏപ്രിൽ 20 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വഖഫ് ഭേദഗതി നിയമത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ അല്ലാതാക്കി മാറ്റരുത് എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം. കളക്ടർമാർക്ക് അന്വേഷണം നടത്താമെങ്കിലും തുടർ നടപടികൾ പാടില്ല. വഖഫ് കൗൺസിലിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെയാകണമെന്നും കോടതി വ്യക്തമാക്കി. ഇടക്കാല ഉത്തരവ് സംബന്ധിച്ച് നാളെ കോടതിയിൽ വാദം തുടരും. ഉപയോക്താവ് വഴിയോ ആധാരം മുഖേനയോ കോടതി ഉത്തരവ് വഴിയോ വഖഫായ സ്വത്തുക്കൾ അതല്ലാതാക്കരുത് എന്നാണ് സുപ്രീം കോടതിയുടെ പ്രധാന നിർദ്ദേശം. വഖഫ് കൌൺസിലിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെയാകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശമുണ്ട്. മുസ്ലിങ്ങളെ ഹിന്ദുമത ട്രസ്റ്റുകളുടെ ഭാഗമാക്കാൻ അനുവദിക്കുമോ? വഖഫ് എന്ന് ഒരു വ്യക്തി പറഞ്ഞ വസ്തു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമ ഭേദഗതിക്ക് ശേഷം ആ ഭൂമിയുടെ പദവി എന്തായിരിക്കും? ഭൂമി സംബന്ധിച്ച തർക്കമുണ്ടെങ്കിൽ അതിൽ ആരാണ് തീരുമാനമെടുക്കുക? തർക്കമുള്ള ഭൂമിയുടെ സ്വഭാവം സംബന്ധിച്ച് കലക്ടറുടെ തീരുമാനം വരും വരെ അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയുന്നതിന്റെ ന്യായം എന്ത് തുടങ്ങിയ ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ഉന്നയിച്ചു. ഇന്ന് ഇടക്കാല ഉത്തരവിടാൻ സുപ്രീം കോടതി ഒരുങ്ങിയെങ്കിലും നാളെ വാദം കേട്ട ശേഷം ഇടക്കാല ഉത്തരവിറക്കാമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എതിർത്തു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് നാളെ 2 മണിക്ക് ഹർജികളിൽ വീണ്ടും വാദം കേൾക്കും. സുപ്രീം കോടതി വിധികൾ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ലെന്നും വിധികളുടെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണത്തിന് മാത്രമേ കഴിയൂ എന്നും ഹർജികൾ പരിഗണിക്കുന്നതിനിടെ സുപ്രീം കോടതി നിരീക്ഷിച്ചു. വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ സംഘർഷത്തിൽ സുപ്രീം കോടതി ആശങ്ക രേഖപ്പെടുത്തി. 24 ഡൽഹി. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ജനസാഗരം തീർത്തു മുസ്ലിം ലീഗ്. മുനമ്പത്തെ ജനത്തിനൊപ്പമെന്ന് ആവർത്തിച്ച് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി. മുനമ്പം വിഷയം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പോരാട്ടം തുടരുമെന്ന് ആവർത്തിച്ചു വ്യക്തമാക്കുന്നതായിരുന്നു കോഴിക്കോട് കടപ്പുറത്തു കണ്ട ജനസാഗരം. നിയമം നടപ്പാക്കുന്നതിന് വിമർശനങ്ങളും എതിർപ്പും ഏറെയുണ്ടായിട്ടും അതിന് വില കൽപ്പിക്കാതെ ഭൂരിപക്ഷത്തിന്റെ ഹുങ്കിൽ കേന്ദ്ര സർക്കാർ നിയമം പാസാക്കിയെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വർഗീയത അടിച്ചേൽപ്പിക്കുന്ന ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിനെ ദുരുപയോഗം ചെയ്യുകയാണ്. മുനമ്പം ഭൂമി വിഷയം ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ്. മുനമ്പത്തെ ജനത്തിനൊപ്പമാണ് മുസ്ലിം ലീഗ്. മര്യാദക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. പക്ഷേ അവിടെ അവര് അതങ്ങനെ നീട്ടിക്കൊണ്ടുപോയി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കൊണ്ടുപോയി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുവാനാണ് ഇപ്പോൾ രണ്ട് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപത്തെ അതല്ല ആവശ്യം. അവിടെ ചർച്ച നടത്തി ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുവാനാണ് കേരള ഗവൺമെന്റ് തയ്യാറാക്കേണ്ടത്. മുനമ്പം വിഷയത്തിൽ പരിഹാരം കാണാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ് കേരള സർക്കാർ. ജനത്തിന് ഇതെല്ലാം മനസ്സിലാകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം പ്രതിഫലിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി. അടുത്ത് നടക്കാൻ പോവുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അവിടെ ഈ പറഞ്ഞ പ്രബല മതവിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾക്ക് അവിടെ എത്ര വോട്ട് കിട്ടും എന്ന് നമുക്ക് കുരുക്ഷേത്രത്തിൽ കാണാം. കാത്തിരുന്നോ, ഞങ്ങളെ അവിടെ നിങ്ങളെ പൊട്ടുകുത്തിച്ചു. കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ, തെലങ്കാന വനിതാ ശിശുക്ഷേമ മന്ത്രി ധൻസാരി അനസൂയ സീതാക്ക എന്നിവർ മുഖ്യാതിഥികളായി. മുസ്ലിം ലീഗ് ദേശീയ സംസ്ഥാന നേതാക്കളും പങ്കെടുത്തു. 24 കോഴിക്കോട്. വഖഫ് നിയമ ഭേദഗതി വിഷയത്തിൽ മുസ്ലിം ലീഗിന് 2 നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPക്ക് അനുകൂല നിലപാടാണിത്. മുനമ്പത്തുകാരെ പറഞ്ഞു പറ്റിക്കുകയാണ് BJP. മന്ത്രി കിരൺ റിജിജുവിന്റെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്തു വന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വഖഫിൽ ഇന്ത്യ സഖ്യം കുപ്രചാരണം നടത്തുകയാണെന്ന് BJP തിരിച്ചടിച്ചു. മുനമ്പം വിഷയത്തിൽ മന്ത്രി P രാജീവും പ്രതിപക്ഷ നേതാവ് VD സതീശനും പരസ്പരം വിമർശനവുമായി രംഗത്തെത്തി. വഖഫ് ഭേദഗതി നിയമത്തിൽ BJPക്ക് മറ്റു ചില പ്രതീക്ഷകളായിരുന്നു. സംഘപരിവാർ നിയമത്തെ കണ്ടത് രാഷ്ട്രീയ നേട്ടത്തിനായി. നിയമത്തിന് മുൻകാല പ്രാബല്യമില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ വ്യക്തമാക്കി. സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം തുടരണമെന്ന് മന്ത്രി ആഹ്വാനം ചെയ്തു. BJPയുടെ വ്യാജ ആഖ്യാനങ്ങളെല്ലാം ഇതോടെ പൊളിഞ്ഞെന്നും മുഖ്യമന്ത്രി. എങ്ങനെയൊക്കെ ഈ ആശയക്കുഴപ്പമുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാൻ പറ്റും? ഈ കുളങ്കലയ്ക്ക് മീൻ പിടിക്കുക എന്ന് പറയില്ലേ? വ്യാജ ആഖ്യാനങ്ങളെല്ലാം ഉടഞ്ഞു പോകുന്ന നിലയായി. നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് കേന്ദ്ര മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. വഖഫിൽ മുസ്ലിം ലീഗ് നിലപാട് തീർത്തും ഇരട്ടത്താപ്പാണ്.
BJPക്ക് സഹായകരമാകുന്നതാണ് ഈ നിലപാടെന്ന് മുഖ്യമന്ത്രി. എന്തുകൊണ്ട് വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ ലീഗിന് പരസ്പര വിരുദ്ധ നിലപാടുണ്ടാകുന്നു? BJPയുടെ വഞ്ചനാപരവും വർഗീയ ലക്ഷ്യത്തോടെയുമുള്ള നിലപാടുകളെ തുറന്നുകാട്ടുകയും ശക്തമായി എതിർക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇത്തരം ഇരട്ടത്താപ്പ് നയം ബന്ധപ്പെട്ടവർ ഉപേക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. അത് BJPക്ക് സഹായകരമായിട്ടാണ് മാറുക എന്ന് കൂടി കാണണം. മുനമ്പത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പം സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ വഖഫ് നിയമം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നിപ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഗവൺമെന്റ് ഇത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് 3 വഞ്ചിയിൽ കാലുവെക്കുന്നുവെന്ന് മന്ത്രി P. രാജീവിന്റെ മറുപടി. മുനമ്പം സംരക്ഷണ സമിതിയുടെ വഞ്ചിയിൽ കാലുവയ്ക്കുന്നുണ്ട്, വഖഫ് സംരക്ഷണ സമിതിയുടെ വഞ്ചിയിലും കാലുവയ്ക്കുന്നുണ്ട്, ഒപ്പം തന്നെ BJPയുടെ നിലപാടിനൊപ്പം കാലുവയ്ക്കുന്നുണ്ട്. 3 വഞ്ചിയിലും കാലുവെച്ചിട്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. മുനമ്പത്ത് ഇരുമുന്നണികളും കുപ്രചാരണം നടത്തുന്നുവെന്നാണ് BJPയുടെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. നീതി ലഭിക്കും വരെ മുനമ്പത്തുകാർ നിയമപോരാട്ടം നടത്തേണ്ടി വരുമെന്ന കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പരാമർശത്തിൽ വിമർശനവുമായി സിറോ മലബാർ സഭ. പ്രശ്നം പരിഹരിക്കാത്തതിൽ നിരാശയും ആശങ്കയുമുണ്ട് എന്നാണ് സഭയുടെ പ്രതികരണം. ഈസ്റ്ററിന് ശേഷം മുനമ്പം സമരസമിതി നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. I have to respect the judiciary, the constitutional authorities. That is why I am not spelling a deadline, a particular fixed time. I am not saying, but that doesn't mean that your issue will be not settled. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ഈ വിശദീകരണം BJPയെയും മുനമ്പം ജനതയും പ്രതിസന്ധിയിലാക്കി. ഭൂമി പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്ന് സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികൾ മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇനിയെങ്കിലും വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടണമെന്ന് സീറോ മലബാർ സഭ വക്താവ് ആന്റണി വടക്കേക്കര. ഗവൺമെന്റുകൾ ഈ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരത്തിനു വേണ്ടി നിയമം അമെൻഡ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ ജനങ്ങളെ ഒത്തിരിയേറെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം ഒരുപക്ഷെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി ഇത്രയും ദിവസങ്ങളായി മുനമ്പത്ത് വലിയ വിഷമത്തിലും പ്രതിസന്ധിയിലുമായ ജനം സമരമുഖത്തിരിക്കുമ്പോൾ ചില വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായതും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അനുകൂലമായ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായതുമെന്ന് മനസ്സിലാക്കുന്നു. പ്രതിസന്ധികൾക്കിടയിലാണ് പ്രധാനമന്ത്രി മുനമ്പം ഭൂസംരക്ഷണ സമിതിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയത്. ഏറെ പ്രതീക്ഷയോടെയാണ് പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് എന്ന സമരസമിതി. മുനമ്പം ഭൂസമരം 186 ദിവസത്തിൽ കടന്നു. പ്രശ്നപരിഹാരം നീണ്ടുപോയാൽ 3ാം ഘട്ട സമരത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് മുനമ്പം ജനത. 24 കൊച്ചി. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെ പുകഴ്ത്തിയുള്ള ദിവ്യ എസ് അയ്യരുടെ സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ. പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന ചില IAS മഹതികളുടെ കൂട്ടത്തിലാണ് ദിവ്യ എന്ന് K. മുരളീധരൻ വിമർശിച്ചു. ദിവ്യയുടെ ഭർത്താവിന്റെ രാഷ്ട്രീയം മാത്രമാണ് അവർ കാണുന്നതെന്നും പുരുഷ മേധാവിത്വത്തിന്റെ ചിന്തയാണിത് എന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. കർണന് പോലും അസൂയ തോന്നും വിധം ഈ KKR കവചമെന്ന തലക്കെട്ടോടെ ദിവ്യ ഇട്ട പോസ്റ്റാണ് വിവാദത്തിന് തുടക്കമിട്ടത്. ഭരണകക്ഷിയുടെ പൊളിറ്റിക്കൽ തീരുമാനത്തെ പുകഴ്ത്തിയ ദിവ്യക്കെതിരെ സൈബർ അണികളും കോൺഗ്രസ് നേതാക്കളും കൂട്ടത്തോടെ രംഗത്തെത്തി. പിണറായിന്റെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചുരുക്കം ചിലർ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റിലിട്ടത്. അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സോപ്പിടുമ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും, അത്രേ പറയുന്നു. VD സതീശൻ വിഷയത്തിൽ പ്രതികരിച്ചില്ല. നന്മയുള്ളവരെ കുറിച്ച് 4 ആളോട് പറയാൻ പ്രയാസം വേണ്ടെന്നായിരുന്നു വിമർശനങ്ങൾക്ക് ദിവ്യയുടെ മറുപടി. കണ്ടെത്തുന്ന നന്മകൾ നമ്മൾ ആ നന്മ പരത്തുക എന്ന് പറയുന്നത് അതിലും പ്രയാസം ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ അത് 4 ആളോട് പറയുക എന്ന് പറയുന്നതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവേണ്ടതല്ല. എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. അതിനിടെ ദിവ്യയെ പിന്തുണച്ച് മുഖ്യമന്ത്രിയും CPIM നേതാക്കളും രംഗത്തെത്തി. എതിർക്കുന്നവർക്ക് പുരുഷ മേധാവിത്വ മനോഭാവമെന്ന് മുഖ്യമന്ത്രി. അവരുടെ ഭർത്താവിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് അവർ കാണുന്നത്. ആ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ലാലോ എന്നാണ് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ടൊരു ചിന്ത വരുന്നത്. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് അവരെ വല്ലാതെ ആക്ഷേപിക്കാൻ തയ്യാറായിട്ടുള്ളത്. അനാവശ്യ വിവാദമുണ്ടാക്കി നല്ല IAS ഓഫീസറെ മോശമായി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്ന് EP ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു.
മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളെയാണ് ദിവ്യ അഭിനന്ദിച്ചതെന്നാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പ്രതികരണം. അഭിനന്ദനം സദുദ്ദേശപരമെങ്കിലും അവധാനതയോടെ ആവാമെന്നായിരുന്നു പങ്കാളി KS ശബരിനാഥിന്റെ പ്രതികരണം. അതിനിടെ ദിവ്യ സയ്യർക്കെതിരെ RYF ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി. 24 തിരുവനന്തപുരം. കൊല്ലം പൂരത്തിലെ കുടമാറ്റത്തിൽ RSS സ്ഥാപകൻ KB ഹെഡ്ഗേവാറിന്റെ ചിത്രമുയർത്തിയ സംഭവത്തിൽ കേസെടുത്തു പോലീസ്. പുതിയകാവ് ക്ഷേത്ര സമിതിയാണ് നവോത്ഥാന നായകരുടെ ചിത്രത്തിനൊപ്പം ഹെഡ്ഗേവാറിന്റെ ചിത്രവും ഉയർത്തിയത്. സംഭവം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുമെന്നും നിജസ്ഥിതി ബോധ്യപ്പെട്ടാൽ നടപടിയുണ്ടാകുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇന്നലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അവസാനം കുറിച്ചുള്ള കൊല്ലം പൂരം അരങ്ങേറിയത്. സാംസ്കാരിക സമ്മേളനത്തിന് പിന്നാലെ നടന്ന കുടമാറ്റത്തിലാണ് RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ ചിത്രമുയർത്തിയത്. RSS സ്ഥാപകന്റെ ചിത്രം പൂരത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമെന്നും കേസെടുക്കണമെന്നും ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ വിഷ്ണു സുനിൽ പന്തളം കമ്മീഷണർക്ക് പരാതി നൽകി. സംഭവത്തിൽ DYFIയും പരാതി നൽകി. പിന്നാലെ ഹെഡ്ഗേവാറിന്റെ ചിത്രം കുടമാറ്റത്തിന് ഉപയോഗിച്ചതിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തു. തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമപ്രകാരമാണ് കേസെടുത്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്. ഇത്തരം കാര്യങ്ങൾ വെച്ചുപൊറുപ്പിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, മത സാമുദായിക സംഘടനകളാവട്ടെ, ഇത്തരം കാര്യങ്ങളിൽ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ എത്തുന്ന വിശ്വാസികൾക്ക് സ്വച്ഛശാന്തമായി പ്രാർത്ഥിക്കാനുള്ളൊരു സ്ഥലമാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെയോ മത സാമുദായിക സംഘടനകളുടെയോ കൊടിയോ ചിഹ്നമോ മാത്രമല്ല, സാമ്യമുള്ളതായ കൊടിയോ ചിഹ്നമോ പാടില്ല എന്നുള്ളതാണ്. സംഭവത്തിൽ കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയ ദേവസ്വം ബോർഡ് ദേവസ്വം വിജിലൻസ് SPയോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. 24 കൊല്ലം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ BJP നേതാക്കളുടെ കൊലവിളി പ്രസംഗത്തിൽ വ്യാപക പ്രതിഷേധം. പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. ലാത്തിചാർജിൽ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ തലയെടുക്കുമെന്ന BJP നേതാവിന്റെ പ്രസ്താവനയ്ക്കു പിന്നാലെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. മാർച്ച് പോലീസ് തടഞ്ഞു. BJPക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഉദ്ഘാടകൻ സന്ദീപ് വാര്യർ. പാലക്കാട്ടെ ജനങ്ങൾ വിജയിപ്പിച്ചയച്ച പാലക്കാടിന്റെ ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിയുടെ തലയെടുക്കുമെന്നാണ് ഈ പാലക്കാട്ടെ ഒരു തുക്കട BJP നേതാവ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് ഈ പാലക്കാട്ടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഉദ്ഘാടനത്തിനു പിന്നാലെ മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തി വീശി, പിന്നാലെ അറസ്റ്റ്. സമാന്തരമായി BJPയുടെ പ്രതിഷേധം, വീണ്ടും കൊലവിളി. കൊലവിളി പ്രസംഗം നടത്തിയ BJP നേതാക്കൾക്കെതിരെയും മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെയും കേസെടുക്കണമെന്ന് കോൺഗ്രസ്. പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപരോധം. BJPക്കെതിരായിട്ട് ഒരാൾ കമാന്ന് രക്ഷമിണ്ടാൻ പാലക്കാട്ടെ പോലീസ് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ആ സ്റ്റേഷനിൽ നിന്നിട്ട് തന്നെ സംസാരിക്കാം. എന്താ എടുക്കുക? കേസെടുക്കും. എടുക്കുക. കേസ് എന്താ പുത്തരിയ? അതിപ്പം BJPയുടെ പറയുന്നത് അവിടെ നടക്കുക. അതിനൊന്നും പ്രശ്നമില്ല. കൊലവിളി മുദ്രാവാക്യം കബറുടെ എല്ലാം ഉണ്ട്, പ്രശ്നമില്ല. പാലക്കാട്ടെ സംഘി പോലീസിന് ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന ജില്ലാ പോലീസ് മേധാവിയുടെ ഉറപ്പിന്മേൽ ഉപരോധം അവസാനിച്ചു. പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസിന്റെയും BJPയുടെയും തീരുമാനം. 24 പാലക്കാട്.
CMRL എക്സാലോജിക് കരാറിലെ SFIO അന്തിമ റിപ്പോർട്ടിൽ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി ഉത്തരവ്. കമ്പനി നിയമമനുസരിച്ച് നടപടി സ്വീകരിക്കാനാകുമോ എന്ന് സംശയം പ്രകടിപ്പിച്ചാണ് കോടതി ഇടക്കാല ഉത്തരവിട്ടത്. അതിനിടെ മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. SFIO കേസിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കാൻ EDയും നീക്കം തുടങ്ങി. മാസപ്പടി കേസിൽ നിലവിലെ സ്ഥിതി തുടരാൻ ഹൈക്കോടതി അവധിക്കാല ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. SFIO റിപ്പോർട്ടിനെതിരെ CMRL നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ചു. SFIO ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ 5 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. ഹർജി അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. SFIO റിപ്പോർട്ട് ഫയലിൽ സ്വീകരിക്കാൻ കോടതിക്ക് കഴിയുമെന്നും കമ്പനി നിയമത്തിലെ നടപടിക്രമം അനുസരിച്ചാണ് കേസെടുത്തതെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വാദം. പ്രതി ചേർക്കപ്പെട്ടവരുടെ വാദം കേൾക്കാതെയാണ് വിചാരണ കോടതി തീരുമാനമെടുത്തതെന്നായിരുന്നു ഹർജിയിൽ CMRL വാദിച്ചത്. ഇതിനിടെ മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പേര് പരാമർശിച്ചിട്ടുള്ളവരുടെ വിവരങ്ങൾ മുദ്രവച്ച കവറിൽ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. ഇതിനിടെ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ED വരുമ്പോൾ ഒരു നിലപാടും മറ്റുള്ളവർക്കെതിരെ വരുമ്പോൾ മറ്റൊരു നിലപാടും ആകരുതെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ നേരെ ED വരുമ്പോൾ അതിനെതിരെയുള്ള നിലപാട് അവരെടുക്കാറുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ നേരെ ED വരുമ്പോൾ അവർ ആ നിലപാടെടുക്കാറില്ല എന്നുള്ളതാണ്. തെറ്റായ കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം എപ്പോഴും കാണിക്കണം. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ആ നിലപാടാണ് സ്വീകരിച്ചു പോയിട്ടുള്ളത്. മാസപ്പടി കേസിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കാൻ EDയും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതിപ്പട്ടികയിലുള്ളവരെ ചോദ്യം ചെയ്യണമെങ്കിൽ ഹൈക്കോടതി നേരത്തെ ഏർപ്പെടുത്തിയ സ്റ്റേ വെക്കേറ്റ് ചെയ്യിക്കേണ്ടി വരും. S. ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. ADGP P. വിജയനെതിരെ വ്യാജമൊഴി നൽകിയ സംഭവത്തിൽ MR അജിത് കുമാറിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന പോലീസ് മേധാവിയുടെ ശുപാർശയെക്കുറിച്ച് തനിക്കറിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയുള്ള വിജിലൻസ് റിപ്പോർട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അംഗീകാരം നൽകിയിരുന്നു. MR അജിത് കുമാറിനെ പോലീസ് മേധാവിയാക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് അനിവാര്യമെന്നായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി എല്ലാ തരത്തിലും സംരക്ഷിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിന് കരുത്തു പകരുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. DGPയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി മുഖ്യെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ട് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ വിജിലൻസ് അന്വേഷിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി. അത് വളരെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം ചെയ്യുകയായിരുന്നു. പിന്നാലെ മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി അങ്ങനെ ഒരു ശുപാർശയെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് പ്രതികരിച്ചു. എനിക്കറിയില്ല അതിനെപ്പറ്റി. എനിക്കൊക്കെ ശുപാർശ തരേണ്ട കാര്യമില്ലല്ലോ. ഞാനല്ലല്ലോ കേസെടുക്കുന്നത്. എനിക്കതിൽ അങ്ങനെ ഒരു ശുപാർശ നൽകേണ്ട കാര്യം വരുന്നില്ല. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ടിൽ ഇന്നലെയാണ് മുഖ്യമന്ത്രി ഒപ്പിട്ടത്. കേസെടുക്കണമെന്ന DGPയുടെ ശുപാർശ തൊടാതെയാണ് വിജിലൻസ് റിപ്പോർട്ടിന് സർക്കാർ അംഗീകാരം നൽകിയത്. മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് PV അൻവർ. ഒന്നിനോടൊന്ന് അനുബന്ധിച്ച് കെട്ടി പിണർന്ന് കിടക്കുകയാണ്. അതിനൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് താൽക്കാലികമായി ഒപ്പിച്ചെടുത്ത ഒരു അന്വേഷണ റിപ്പോർട്ടാണ്. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് മുഖ്യമന്ത്രി ധൃതി പിടിച്ചിട്ട് ഈ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ സഹായിച്ചു. കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP ക്യാമ്പ് ഹൗസിലെ മരമുറി തുടങ്ങിയവയിൽ MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയായിരുന്നു വിജിലൻസ് റിപ്പോർട്ട്. 24, തിരുവനന്തപുരം. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിലെ CBI അന്വേഷണ ഉത്തരവിന് പിന്നാലെ KM എബ്രഹാം നൽകിയ ഗൂഢാലോചന പരാതിയിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരക്കിലും 2 ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ഗൂഢാലോചന എന്നായിരുന്നു KM എബ്രഹാമിന്റെ ആരോപണം. കേസിൽ KM എബ്രഹാമിനെ തള്ളാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാം ഇന്നലെയാണ് മുഖ്യമന്ത്രിക്ക് വിശദമായ കത്ത് നൽകിയത്. ഗൂഢാലോചന IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്നായിരുന്നു കത്തിലെ ആവശ്യം. ഹർജിക്കാരനായ ജോമോൻ പുത്തമുരക്കലിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചു. PWD റെസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്തത് കണ്ടെത്തിയതിലുള്ള വൈരാഗ്യമാണ് ജോമോൻ പുത്തമുരക്കലിനെന്നാണ് KM എബ്രഹാമിന്റെ ആരോപണം. താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ അഴിമതി കണ്ടെത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന മറ്റു 2 പേർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ട്. 3 പേരും സംസാരിച്ചതിന്റെ കോൾ റെക്കോർഡ് തന്റെ പക്കലുണ്ടെന്നും കത്തിൽ പറയുന്നുണ്ട്.
തനിക്കെതിരായ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്താനാണെന്നും കെ എം എബ്രഹാം പറയുന്നുണ്ട്. എന്നാൽ കേസിൽ കെ എം എബ്രഹാമിനെ തള്ളാതെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. അദ്ദേഹം ഒരു കത്ത് എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായി അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യാനും തയ്യാറാകുന്നുണ്ട്. സാധാരണഗതിയിൽ അതിൻ്റെ ഒരു ഘട്ടം എത്തിയതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത്. പരാതിയിലെ അന്വേഷണ സാധ്യത സർക്കാർ പരിശോധിച്ചു വരികയാണ്. 24 തിരുവനന്തപുരം. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ ED നടപടിയെ കോടതിയിൽ നേരിടാൻ കോൺഗ്രസ്. രാജ്യം സാമ്പത്തിക അടിയന്തരാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്ന് സച്ചിൻ പൈലറ്റ് 24നോട് പറഞ്ഞു. ED ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും 1ഉം 2ഉം പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ച ED നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് കോൺഗ്രസ്. രാജ്യം സാമ്പത്തിക അടിയന്തരാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ ശ്രദ്ധ തിരിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ഇതിനെതിരെ കോൺഗ്രസ് ശക്തമായി പോരാടുമെന്നും AICC जनरल सेक्रेटरी जयराम रमेश. तो ये राजनीतिक मुद्दा है. राजनीतिक पार्टी होने के नाते देश के 140 साल का इतिहास है. सबसे पुरानी पार्टी है, लंबा इतिहास है. हम पीछे हटेंगे नहीं. നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും സച്ചിൻ പൈലറ്റ്. We'll see legally what is to be done, but right now we are there and we will fight on the streets, we'll fight in the court. Justice will prevail. We have full faith in the judiciary. കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വൈരാഗ്യബുദ്ധിയോടെ കടന്നാക്രമിക്കുന്നുവെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. ED നടപടിക്കെതിരെ കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തി. AICC ആസ്ഥാനത്ത് നിന്ന് ED ഓഫീസിലേക്കുള്ള മാർച്ച് പോലീസ് തടഞ്ഞു. നേതാക്കളെ കസ്റ്റഡിയിലെടുത്തു നീക്കി. ജയിലിലിടും, പക്ഷെ ഞങ്ങൾ നാളെ ജയിലിൽ നിന്ന് പുറത്തു വരും. ഞങ്ങൾ പ്രതിഷേധം ചെയ്യിക്കും. എവിടെയാ ഇത് നടക്കുന്നത്? ജനാധിപത്യമുണ്ടോ? ജയിലിലിടട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിനെ കഹാ ഡറോ മത്, നമുക്ക് പേടിയില്ല. അതിനിടെ ഹരിയാന ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വദ്ര ഇന്ന് വീണ്ടും EDക്ക് മുന്നിൽ ഹാജരായി. പ്രിയങ്ക ഗാന്ധിക്കൊപ്പമാണ് ED ഓഫീസിലെത്തിയത്. ഷിക്കോപൂരിലെ ഭൂമി മറച്ചുവിറ്റതിൽ ക്രമക്കേടുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. ED നടപടിക്കെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം സുപ്രീം കോടതിയിലടക്കം സമീപിക്കുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഡൽഹിയിലെ AICC ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനും ആശിഷ് പട്ടുവിനുമൊപ്പം വിനീത VG 24. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിക്കെതിരെ കേരളത്തിലും പ്രതിഷേധം. കൊച്ചി ED ഓഫീസിലേക്കും തിരുവനന്തപുരത്ത് AG ഓഫീസിലേക്കും കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കൊച്ചിയിൽ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധം തുടർന്ന പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി BJP വ്യക്തിഹത്യയ്ക്ക് ശ്രമിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ തിരുവനന്തപുരത്തെ പ്രതിഷേധത്തിൽ പങ്കെടുക്കവേ പറഞ്ഞു. പ്രിയപ്പെട്ട നമ്മുടെ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും അവർ രണ്ട് വ്യക്തികളുടെ നേതാക്കന്മാരെ അപമാനിച്ച് ജനമധ്യത്തിൽ നിഷ്കാസനം ചെയ്യിക്കാനുള്ള ഈ അടവിനെതിരെ പൊട്ടിത്തെറിക്കുന്ന ജനത ഈ ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട. വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരത്തെ തള്ളി മുഖ്യമന്ത്രി. ഒഴിവുകളിൽ പരമാവധി നിയമനങ്ങൾ നടത്തിയെന്ന് വിശദീകരണം. അവസാന പ്രതീക്ഷയും ഇല്ലാതായെന്നും റാങ്ക് ലിസ്റ്റ് അവസാനിക്കും വരെ സമരം തുടരുമെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. റാങ്ക് ലിസ്റ്റ് ഈ മാസം 19-ന് അവസാനിക്കാനിരിക്കെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ അവസാന പ്രതീക്ഷ. എന്നാൽ ഒഴിവ് മുഴുവൻ കണക്കാക്കി നിയമനം നൽകിയെന്ന മുഖ്യമന്ത്രി നിലപാടെടുത്തു. ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളെയും നിയമനം കിട്ടണമെന്ന് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അതിൽ തെറ്റൊന്നുമില്ല. സാധാരണ നിയമനം കിട്ടാൻ അർഹതയുള്ളവർക്ക് മാത്രമേ നിയമനം കിട്ടൂവെന്ന്. അത് കഴിഞ്ഞ് ധാരാളം പേർ നിയമനം കിട്ടാത്തവരായിട്ടുണ്ടാവും. ഒരു സർക്കാരിനും നിയമിക്കാൻ കഴിയില്ല. കാരണം ഒഴിവുള്ള സ്ഥാനത്തെ നിയമിക്കാൻ പറ്റും. റാങ്ക് ലിസ്റ്റ് തീരും വരെ സമരം തുടരുമെന്ന ഉദ്യോഗാർത്ഥികൾ. 19 വരെ ഞങ്ങൾ സമരം ചെയ്യും. കാരണം ഞങ്ങൾക്ക് വേക്കൻസി കിട്ടിയാലും ഇല്ലെങ്കിലും ഞങ്ങൾ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ ലിസ്റ്റ് കഴിയുന്നവരെ ഞങ്ങൾ പോരാടും. അത് ഞങ്ങളെ സ്വയം സാറ്റിസ്ഫാക്ഷന് വേണ്ടി കൂടിയാണ്.
570 ഒഴിവുകൾ നിലനിൽക്കെ 292 നിയമനങ്ങൾ മാത്രം നടത്തിയെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആക്ഷേപം. മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞതോടെ ഇനി പുതിയ നിയമനങ്ങൾ ഉണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി. 24 തിരുവനന്തപുരം. മുതലപ്പൊഴിയിൽ പൊഴി മുറിക്കാനുള്ള തീരുമാനവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. നാളെ രാവിലെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പൊഴി മുറിക്കൽ തുടങ്ങും. മണൽ നീക്കത്തിൽ കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അതേസമയം ചർച്ചയിൽ സംതൃപ്തരല്ലെന്നും മണൽ പൂർണ്ണമായും നീക്കാതെ പൊഴി മുറിക്കാൻ അനുവദിക്കില്ല എന്നും സംയുക്ത സമരസമിതി പ്രതികരിച്ചു. മുതലപ്പൊഴിയിൽ പൊഴി മുറിച്ചില്ലെങ്കിൽ 5 പഞ്ചായത്തുകൾ വെള്ളത്തിലാകും. ഇത് മുന്നിൽ കണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊഴി മുറിക്കാനുള്ള നടപടികളുമായി വകുപ്പ് മുന്നോട്ടു പോകുന്നത്. പോലീസിന്റെ സഹായത്തോടെ നാളെ രാവിലെ മുതൽ പൊഴി മുറിച്ചു തുടങ്ങുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. 1 മാസത്തിനകം മണൽ നീക്കം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഡ്രഡ്ജറിന്റെ പ്രവർത്തന സമയം 20 മണിക്കൂറായി ഉയർത്തും. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രഡ്ജർ അത് 10 മണിക്കൂറാണ് ഇപ്പോൾ ഡ്രഡ്ജ് ചെയ്യുന്നത്. ആ ഡ്രഡ്ജർ 3 ദിവസം കൊണ്ട് 20 മണിക്കൂറായിട്ട് ഡ്രഡ്ജിങ് സമയം നീട്ടാനാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നാളെ രാവിലെ മുതൽ പൊഴി മുറിക്കുന്നതിന് വേണ്ടിയുള്ള ആധുനിക സംവിധാനം ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. കൊല്ലം ഹാർബറുകളിലേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് പോകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണം ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ മന്ത്രിയുമായുള്ള ചർച്ചയിൽ സംയുക്ത സമരസമിതി തൃപ്തരല്ല. സർക്കാരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മടിയൻ മല ചുമക്കും. മാസങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ടിയിരുന്ന നടപടികൾ അവരിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവിടുത്തെ സ്ഥലവാസികളും ജനങ്ങളും മത്സ്യത്തൊഴിലാളികളും എല്ലാം ഈ സർക്കാരിന്റെ സംവിധാനങ്ങളോട് എതിരാണ്. സർക്കാർ പറഞ്ഞ കാര്യങ്ങളൊന്നും അതേപടി അങ്ങ് വിശ്വസിച്ച് വിഴുങ്ങാൻ വേണ്ടിയുള്ള ഇതൊന്നും നമ്മൾ മണ്ടന്മാരൊന്നുമല്ല, സംതൃപ്തരല്ല. മെയ് 16-നകം മുതലപ്പുഴയിലെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഉദ്യോഗസ്ഥർ ന്യൂനപക്ഷ കമ്മീഷനെ അറിയിച്ചു. പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിക്കുന്ന കരാറിൽ ഈ മാസം അവസാനം ഒപ്പിടുമെന്നും ഉദ്യോഗസ്ഥർ കമ്മീഷനെ അറിയിച്ചു. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്ര പര്യടനം തുടരുന്നു. VPS Lakeshore presents SKN40 presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, Pyramid Agro Multi-State Cooperative Society Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. SKN40 കേരള യാത്രയ്ക്ക് പിന്തുണയുമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലക്ഷ്യ. പ്രൊഫഷണലുകളെ സൃഷ്ടിക്കുന്നതിനൊപ്പം ഉത്തരവാദിത്വ ബോധമുള്ള യുവാക്കളെ സമൂഹത്തിന് നൽകുകയാണ് ലക്ഷ്യമെന്ന് മാനേജിംഗ് ഡയറക്ടർ ഓർവൽ ലേണൽ പറഞ്ഞു. കത്തുന്ന വെയിലിലും SKN40 കേരള യാത്രയ്ക്കൊപ്പം അണിചേർന്ന് കോഴിക്കോട് മാവൂർ റോഡിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലക്ഷ്യ. വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച SKN ലഹരി എന്ന മഹാവ്യാധിയെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് വിശദീകരിച്ചു. നമുക്കിനി വേറെ വഴിയില്ല. നമ്മളൊരു പക്ഷേ ഞാൻ പറയും, ഈ കേരളം കണ്ട പ്രളയത്തെക്കാളും കേരളം കണ്ട കോവിഡിനേക്കാളും ഏറ്റവും മാരകമായ ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമ്മളിത് പർവ്വതീകരിക്കുകയല്ല. നമ്മൾ കേരളം എന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അൺലേൺ ചെയ്യാന്ന് പറയും, വീണ്ടും പഠിക്കുക. അപ്പോൾ കേരളത്തെ നമ്മൾ വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രൊഫഷണലുകളെ സൃഷ്ടിക്കുന്നതിനൊപ്പം ഉത്തരവാദിത്ത ബോധമുള്ള യുവാക്കളെ സമൂഹത്തിന് നൽകുകയാണ് ലക്ഷ്യയുടെ ലക്ഷ്യമെന്ന് മാനേജിംഗ് ഡയറക്ടർ ഓർവൽ ലയണൽ. 20 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിൽ 17 വയസ്സ് മുതൽ 22 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് ലക്ഷ്യയിൽ പഠിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു വേറെ ഏത് കോളേജിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാൾ കൂടുതൽ
ലഹരിക്കെതിരെ പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട ഒരു സ്ഥാപനം ലക്ഷ്യമാണെന്ന് നമുക്ക് തോന്നി. ഏപ്രിൽ 20 കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലക്ഷ്യയിലെ വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും പങ്കെടുക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകി. 24 കോഴിക്കോട്. എൻ്റെ മുകളിൽ SK പൊറ്റക്കാടാണ്, നിങ്ങൾക്കറിയാം, ലോകസഞ്ചാരി. അദ്ദേഹത്തെ സാക്ഷിയാക്കി ഞാൻ ഒരു കാര്യം പറയുകയാണ്. അടുത്ത 20-ാം തീയതി 30 ദിവസം നീണ്ടുപോയ SKN40യുടെ അന്തിമമായി ഒരു മഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുകയാണ്. ഒരേ ശബ്ദത്തിൽ അറബിക്കടലിൻ്റെ ഇരമ്പിയാർക്കുന്ന ആവേശത്തിൽ നമ്മൾ വിളിച്ചു പറയും, അവസാനത്തെ MDMA കാലം കേരളത്തിൽ വേര് പിടിക്കില്ല. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് 1 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ഈ ജനറാലിയിൽ നിങ്ങളും അണിചേരണം. വരിക, കോഴിക്കോടേക്ക് വരിക. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. VPS ലേക്ഷോർ SKN40 കേരള യാത്ര സമാപനം ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 4 മണി മുതൽ കോഴിക്കോട് കടപ്പുറത്ത്. സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ മതനേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പിച്ച സർക്കാർ ലഹരിക്കെതിരെ വിപുലമായ പ്രചാരണം നടത്താൻ ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത മതനേതാക്കളുടെ യോഗത്തിലും സർവകക്ഷി യോഗത്തിലും തീരുമാനമായി. സൺഡേ ക്ലാസുകളിലും മദ്രസകളിലും ഇതര ധാർമ്മിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തും. ലഹരിക്കെതിരായ സർക്കാർ പോരാട്ടം വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ്. ലഹരി വ്യാപനം തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജനകീയ ഇടപെടലുകൾ അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യം വെച്ച് ജൂൺ മാസം വിപുലമായ ക്യാമ്പയിൻ നടത്തും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ മുന്നൊരുക്കങ്ങൾ. ഏതെങ്കിലും മതമോ ജാതിയോ ലഹരി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ലഹരി വിരുദ്ധ ജാഗ്രത പുലർത്താൻ അനുയായികളോട് അഭ്യർത്ഥിക്കണമെന്നും മതമേലധ്യക്ഷന്മാരുടെ യോഗത്തിലും സർവകക്ഷി യോഗത്തിലും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്യുന്ന പരിപാടികളിലെല്ലാം പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാമുദായിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. ഒരാളെയും ലഹരിക്ക് വിട്ടുകൊടുക്കില്ല. ജൂൺ മാസത്തിലാണ് വിപുലമായ ക്യാമ്പയിനിലേക്ക് പോവുക. എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തമാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഏപ്രിൽ 8 മുതൽ 14 വരെയുള്ള ഒരാഴ്ച കാലയളവിൽ 15,327 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. 927 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 994 പേരെ അറസ്റ്റ് ചെയ്തു. മാർച്ച് മാസം മാത്രം 7.09 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് എക്സൈസ് പിടികൂടിയത്. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.